റോമൻ ചരിത്രത്തിലെ പല ക്യാരക്ടേഴ്സും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ക്യാരക്ടേഴ്സാണ്. അതിലെന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിശുദ്ധയായ യഹൂപ്രാസ്യ എന്ന് പറയുന്ന വിശുദ്ധ. ഈ വിശുദ്ധയുടെ പേരിൽ വാഴ്ത്തപ്പെട്ടവളായ ഒരു കന്യാസ്ത്രീ കേരളത്തിലുള്ളത് ഞാൻ 2-3 എപ്പിസോഡുകൾക്ക് മുമ്പ് ബയോഗ്രാഫിക്കൽ സ്കെച്ചസ് നൽകുകയുണ്ടായി. ചരിത്രത്തിലെ യഹൂപ്രാസ്യ എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയുടെ ബന്ധുവായിരുന്ന ഒരു സ്ത്രീയാണ്. റോമൻ ചക്രവർത്തിമാരിൽ വളരെ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ് തിയഡോഷ്യസ് എന്ന് പറയുന്ന ചക്രവർത്തി. ഈ തിയഡോഷ്യസ് ചക്രവർത്തി ജീവചരിത്രം നമ്മളെ അല്പം അമ്പരപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാരനായ ഒരാൾ ചക്രവർത്തിയായി വരികയും റോമാ സാമ്രാജ്യത്തെ മുഴുവൻ ഒന്നിച്ച് കൊണ്ടുവരികയും ചെയ്ത വലിയൊരു ആളാണ് തിയഡോഷ്യസ് ചക്രവർത്തി. കത്തോലിക്കാ സഭയുടെയും തൃത്വത്തിൻ്റെയും വിശ്വാസം റോമാ സാമ്രാജ്യം മുഴുവൻ പരക്കുവാൻ വളരെയധികം റോൾ വഹിച്ച ഒരാളാണ് തിയഡോഷ്യസ് ചക്രവർത്തി. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധനാവുമായിരുന്നു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ഈ തിയഡോഷ്യസ് ചക്രവർത്തിയുടെ ബന്ധുവായിരുന്നു ആൻറ്റിഗോണസ് എന്ന് പറയുന്ന സെനറ്റർ. അദ്ദേഹം സെനറ്റർ മാത്രമല്ല, ഒരു സേനാനായകൻ കൂടിയായിരുന്നു. ഈ ആൻറ്റിഗോണസ് എന്ന് പറയുന്ന സെനറ്ററുടെ ഏക മകളായിരുന്നു യഹൂപ്രാസ്യ. യഹൂപ്രാസ്യയുടെ അമ്മയുടെ പേരും യഹൂപ്രാസ്യ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആൻറ്റിഗോണസിൻ്റെ ഭാര്യയായ യഹൂപ്രാസ്യ സീനിയർ എന്നും മകളായ യഹൂപ്രാസ്യ ജൂനിയർ എന്നും വിളിക്കുന്നത്. AD 380 യഹൂപ്രാസ്യ ജനിച്ചത്. അവൾ ജനിച്ച് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ആൻറ്റിഗോണസ് മരിച്ചു. ആൻറ്റിഗോണസ് മരിച്ചു കഴിഞ്ഞപ്പോൾ യഹൂപ്രാസ്യ തൻ്റെ മകളോടൊപ്പം റോമിൽ നിന്ന് പോയി ഈജിപ്തിൽ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈജിപ്തിൽ അന്ന് തീബിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ മഠം സ്ഥാപിച്ചിരുന്നു. തീബിയാസ് എന്ന് പറയുന്ന പേര് ഈജിപ്ഷ്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തീബ്സ് എന്ന് പറയപ്പെടുന്നത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ആ തീബ്സിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് തീബിയാസ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ 130 കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഒരു വലിയ മഠം. ആ മഠത്തിലാണ് യഹൂപ്രാസ്യയും മകൾ യഹൂപ്രാസ്യയും താമസിക്കാനായിട്ട് വന്നത്. ധാരാളം സ്വത്തുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ആൻറ്റിഗോണസിൻ്റെ കുടുംബം. ഇപ്പം ഇത്ര പണക്കാരിയായ ഒരാൾ മഠത്തിൽ വന്ന് താമസിക്കുന്നത് അന്നത്തെ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. മകൾക്ക് 7 വയസ്സായപ്പോൾ മകൾ യഹൂപ്രാസ്യ അമ്മയോട് പറഞ്ഞു, എനിക്ക് തിരിച്ച് കൊട്ടാരത്തിൽ പോകാൻ ആഗ്രഹമില്ല. ഞാൻ ഈ മഠത്തിൻ്റെ ഭാഗമായി ഒരു കന്യാസ്ത്രീയാവാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് അത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു. പ്രഭു കുടുംബത്തിന് അത് സന്തോഷമില്ലാത്തൊരു വാർത്തയായിരുന്നു. കാരണം അതിസുന്ദരിയായ കോടീശ്വരിയായ ഏക മകൾ, അവളെ വിവാഹം കഴിക്കാൻ അനേകം ചെറുപ്പക്കാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കന്യാസ്ത്രീയാവാൻ പോകുന്നത് പ്രഭു കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞു, ഇത് വളരെ നല്ല ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് മകളെ മദർ സുപ്പീരിയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മകളുടെ ആഗ്രഹം മദർ സുപ്പീരിയറിനോട് പറഞ്ഞു. മദർ സുപ്പീരിയർ പറഞ്ഞു, മകൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് ക്രൂശിതനായ ഒരു ക്രിസ്തുവിൻ്റെ രൂപമെടുത്ത് 7 വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ആ കുട്ടി ആ കുരിശുരൂപത്തെ എടുത്ത് പറഞ്ഞു, അല്ലയോ യേശുവേ, അങ്ങയുടെ മണവാട്ടിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം മുഴുവൻ അങ്ങേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടായി. അമ്മ പറഞ്ഞു, നീ യേശുവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുക. നിൻ്റെ സഹോദരിമാരായി ഇവിടെയുള്ള മറ്റ് കന്യാസ്ത്രീകളെ ബഹുമാനിക്കുക.
നിൻ്റെ സമ്പത്ത് ലോകത്തിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കുക. ഈ 3 ഉപദേശങ്ങൾ കൊടുത്ത് അമ്മ സന്തോഷത്തോടുകൂടി അവളെ കന്യാവ്രതത്തിനായി വിട്ടു. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് രോഗം പിടിപെടുകയും അമ്മ മരിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് രോഗം പിടിപെട്ട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ആ വിവരം കൊട്ടാരത്തിൽ അറിയുകയും ചെയ്തു. വിവരമറിഞ്ഞ തിയഡോഷ്യസ് ചക്രവർത്തി ഉടൻ തന്നെ ഒരു എഴുത്ത് കൊടുത്തയച്ചു. യൂപ്രാസ്യ, നീ അമ്മയോടൊപ്പം കന്യാസ്ത്രീ മഠത്തിൽ പോയി താമസിച്ചു. അമ്മ മരിച്ചു. ഇനി നിൻ്റെ രക്ഷകർത്ത ജോലി ചക്രവർത്തിയായി എനിക്കുള്ളതാണ്. എൻ്റെ കസിൻ്റെ മകളാണ് നീ. അതുകൊണ്ട് നീ മടങ്ങി വരിക. ഞാൻ നിനക്ക് റോമൻ സെനറ്റിലുള്ള ഏറ്റവും ധനാഢ്യനായ ഒരു സെനറ്ററെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അന്ന് റോമിലെ ഒരു സെനറ്ററെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡ്രീം ആയ ഒരു സംഗതിയാണ്. അതിനേക്കാൾ ഭാഗ്യമുള്ളതായ ഒന്ന് റോമൻ എംപയറിൽ താമസിക്കുന്ന ഒരാളിന് പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ റോമിലെ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ചക്രവർത്തി ഈ എഴുത്തിലൂടെ അറിയിച്ചത്. പക്ഷേ ആ എഴുത്തിന് യൂപ്രാസ്യ ഒരു മറുപടി കൊടുത്തു. അങ്ങയുടെ കൊട്ടാരത്തിൽ തിരിച്ചു വന്ന് ഒരു സെനറ്ററെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കന്യാസ്ത്രീയായി ശിഷ്ട ജീവിതകാലം കഴിക്കണം എന്നാണ് ആഗ്രഹം. ഇനി അതോടൊപ്പം എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം തന്നെ വിറ്റ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്നും അതിലൊരു പങ്ക് ഈ കന്യാശ്രാശ്രമത്തിന് കൊടുത്തയക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. തിയഡോഷ്യസ് ചക്രവർത്തി പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനതിന് എതിർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് തിയഡോഷ്യസ് ചക്രവർത്തി അത് സാധിച്ചു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നു, തിയഡോഷ്യസ് ചക്രവർത്തി AD 395 മരിച്ചത് കാരണം അന്ന് 15 വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ എഴുത്തെഴുതിയത് തിയഡോഷ്യസ് ചക്രവർത്തി അല്ല, തിയഡോഷ്യസ് ചക്രവർത്തിയുടെ മകൻ ആണ് ഇത് ചെയ്തത് എന്നാണ് മറ്റൊരു പങ്ക് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും ശരി, അവളുടെ ആഗ്രഹം ആ രീതിയിൽ നടപ്പാക്കാൻ ചക്രവർത്തി തയ്യാറായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൾ ആശ്രമത്തിൽ കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കുമ്പോൾ നടന്ന ചില സംഗതികളെപ്പറ്റി നമ്മൾ അത്ഭുതത്തോടുകൂടിയാണ് വായിക്കാൻ പറ്റുക. അവൾ ആഹാരം കഴിക്കുന്നതിൽ വളരെ ചെറിയ തോതിലുള്ള ആഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പകൽ സമയത്ത് ആഹാരം കഴിച്ചിരുന്നേയില്ല. നാച്ചുറോപ്പതിക്കാർ പറയും, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ആഹാരം കഴിക്കാവൂ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ്. ആഹാരവും സൗരോർജവുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ആഹാരം തന്നെ സൗരോർജത്തെ കാർബൺ ഡയോക്സൈഡിനോട് ചേർത്ത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് ആഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആഹാരത്തിന് തന്നെ ബേസിസ് എന്ന് പറയുന്നത് സൗരോർജ്ജമാണ്. പക്ഷേ നാച്ചുറോപ്പതിക്കാർ പറയുന്ന സമയത്ത് യൂപ്രാസ്യ ആഹാരം കഴിച്ചിരുന്നില്ല. അവൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് അല്പം പയറും ശകലം ഗോതമ്പ് റൊട്ടിയും വെള്ളവും മാത്രമാണ് കുടിച്ചിരുന്നത്. ഇത്രമാത്രം കുറച്ച് ആഹാരം കൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും എന്ന് ആളുകൾക്ക് അത്ഭുതം തോന്നുമായിരുന്നു. അത്ര ചെറിയ തോതിൽ മാത്രമേ അവൾ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അവൾക്ക് പല സമയത്തും മറ്റുള്ള ആളുകൾക്ക് അവളോട് അസൂയ തോന്നിയിരുന്നു. കാരണം പ്രഭുകുമാരി, ചക്രവർത്തിയുടെ ബന്ധുവായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കന്യാസ്ത്രീയായി ജീവിക്കുന്നതിൽ ഒരു പൊരുത്തക്കേട് കാണുന്ന പലർക്കും അവളോട് വലിയ അസൂയ ഉണ്ടായിരുന്നു. അവൾ ആ അസൂയയെ ഒട്ടുമേ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൾ പല അത്ഭുതങ്ങളും ചെയ്തതായി ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിലൊന്ന്, ജന്മന ഊമയും ബധിരയുമായിരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാനായി ഒരമ്മ മഠത്തിൽ വന്നു. ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ കണ്ടിട്ട് യവൂപ്രാസയ്ക്ക് ആ കുട്ടിയോട് ഒരു അനുകമ്പ തോന്നി. എന്നിട്ട് അവൾ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് അവളുടെ ആ അംഗവൈകല്യം മാറ്റിക്കൊടുക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ ഊമയും ബധിരയുമായ ആ കുട്ടിയുടെ ആ 2 അംഗവൈകല്യങ്ങളും ഇല്ലാതാവുകയും സംസാരിക്കാനും കേൾക്കാനും കഴിവ് ആ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. രണ്ടാമതൊരിക്കൽ കാല് ജന്മനാ മുടന്തിയായ ഒരു കുട്ടിയെ ഇതുപോലെ ആ മഠത്തിൽ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നു. യവൂപ്രാസ്യമ്മ ആ കുഞ്ഞിൻ്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടിയുടെ ആ മുടന്ത് പരിപൂർണമായി മാറുകയും സാധാരണ മനുഷ്യരുടെ കാലുകൾ പോലെ ആ 2 കാലുകളും ആയിത്തീരുകയും ചെയ്തു. മൂന്നാമതൊരു അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അത്ഭുതം, ഭ്രാന്തുള്ള ഒരു ആളിനെ, ഒരു സ്ത്രീയെ മഠത്തിൽ കൊണ്ടുവന്നു. അന്ന് ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ പിശാച് ബാധിതൻ എന്നാണ് അന്നത്തെ വ്യാഖ്യാനം. പിശാച് കയറുമ്പോഴാണ് ഈ ഭ്രാന്തുണ്ടാവുക എന്നാണ്. സൈക്കോളജിയും സൈക്കാട്രിയും ഒന്നും അന്ന് വളർന്നിട്ടില്ല. അങ്ങനെ ആ ഭ്രാന്ത് ഉള്ള ആളിനെ, സ്ത്രീയെ, ആ ഭ്രാന്ത് മാറ്റണമെങ്കിൽ ഈ പിശാചിനെ ഇറക്കി വിടണം. യേശുക്രിസ്തു മാനസിക രോഗമുള്ളവരെ സുഖമാക്കുമ്പോൾ പിശാച് ബാധിതരെ സുഖമാക്കി എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ആ കാലത്തെ ഉള്ള വിശ്വാസമാണ് ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ പിശാച് ബാധിക്കുക എന്നാണ്. എന്നാൽ വയലൻ്റായ ഈ സ്ത്രീയെ യവൂപ്രാസ്യമ്മയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യവൂപ്രാസ്യമ്മ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏതാനും മിനിറ്റുകൾക്കകം ആ സ്ത്രീ നോർമലാവുകയും ചെയ്തു. നാട്ടിൽ മുഴുവൻ വലിയ അത്ഭുതമായി. മഠത്തിലും ആളുകൾക്ക് വലിയ അത്ഭുതമായി. കാരണം ഒരു കന്യാസ്ത്രീ അവളുടെ പ്രാർത്ഥനയിലുള്ള വരം ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ യവൂപ്രാസ്യമ്മയ്ക്ക് അല്പം അഹങ്കാരമുണ്ടോ എന്നൊരു സംശയം കൂടുള്ള ഒരു കന്യാസ്ത്രീക്ക് ഉണ്ടായി. ആ കന്യാസ്ത്രീ യവൂപ്രാസ്യമ്മയോട് പറഞ്ഞു, നീ ഒരു കപട സ്ത്രീയാണ്, ഒരു കപട ഭക്തയാണ്. യവൂപ്രാസ്യമ്മ യാതൊരു പ്രതികരണവും ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീയുടെ മുമ്പാകെ മുട്ടുകുത്തി നിന്ന് ക്ഷമ ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും അഹങ്കാരം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് ആ കന്യാസ്ത്രീയോടും ദൈവത്തോടും പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ ഒരു എളിമ, ആ ഒരു വിനയം എല്ലാവർക്കും അത്ഭുതകരമായിരുന്നു എന്നാണ് ജീവചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. യവൂപ്രാസ്യമ്മയുടെ ജീവിതകാലം തിയഡോഷ്യസ് ചക്രവർത്തിയെ സംബന്ധിച്ചും കത്തോലിക്ക സഭയെ സംബന്ധിച്ചും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. നിഖ്യാവിശ്വാസ പ്രമാണത്തിന് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആര്യനിസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആര്യനിസത്തിനായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ ശക്തി കൂടുതൽ. മഹാനായ അത്തനാസിയോസ് 3 തവണ ജീവരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു. അതിൽ 3-ാമത്തെ തവണ സൈനികർ അദ്ദേഹത്തെ തിരക്കി വരികയും ഒരു ശവക്കോട്ടയ്ക്കകത്ത് പോയി ശവക്കല്ലറയ്ക്കകത്ത് ഒളിച്ചിരുന്നാണ് അദ്ദേഹം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇങ്ങനെ രക്ഷപ്പെട്ട ശേഷം അത്തനാസിയോസിന് തിരിച്ചു വരാനും തൃത്വത്തിൻ്റെ വിശ്വാസം തിരിച്ചു വരാനും കാരണം തിയഡോഷ്യസ് ചക്രവർത്തിയായിരുന്നു. തിയഡോഷ്യസ് ചക്രവർത്തിയുടെ അച്ഛൻ ഒരു സേനാനായകനായിരുന്നു. പക്ഷേ AD 376 അദ്ദേഹം ഒരു കള്ളക്കേസിൽ കുരുങ്ങുകയും അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അതിനുശേഷം തിയഡോഷ്യസ് പോയി തൻ്റെ
കൃഷിസ്ഥലത്ത് പോയി കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു. പക്ഷേ AD 376 വാലൻസ് ചക്രവർത്തി ഗോത്തുകളുമായുള്ള യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുകയാണുണ്ടായത്. യുദ്ധം തോറ്റപ്പോൾ ഗോത്തുകൾ ഒരു തേരാൾ പടയുണ്ടാക്കിയിരുന്നു. ആ തേരിൻ്റെ വരവിൽ ചാരിയറ്റിൻ്റെ സ്പീഡിൽ റോമൻ സൈന്യത്തിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചക്രവർത്തി ജീവരക്ഷാർത്ഥം ഒരു വീട്ടിൽ പോയി ഒളിച്ചിരുന്നു. അതിൻ്റെ ചുറ്റും 4-5 പട്ടാളക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കാവലിനായി. ഗോത്ത് സൈന്യം എത്തിയപ്പോൾ ഒരു വീടിൻ്റെ ചുറ്റും പട്ടാളക്കാർ നിൽക്കുന്ന കണ്ടപ്പോൾ അതിനകത്ത് ആരോ സീനിയറായ ഒരാളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ ആ വീടിനങ്ങ് തീ വെച്ചു. അങ്ങനെ വാലൻസ് ചക്രവർത്തി ആ വീടിനകത്ത് വെന്ത് മരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ വാലൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ചക്രവർത്തി ഗ്രേഷ്യൻ അദ്ദേഹം തിയഡോഷ്യസിനോട് മടങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ തിയഡോഷ്യസിനെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തെ കോ അഗസ്റ്റസായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് തിയഡോഷ്യസ് തിരിച്ചു വന്നത്. പക്ഷേ ഗ്രേഷ്യൻ ചക്രവർത്തി AD 383 മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വലൻറ്റീനെ വെസ്റ്റിലെ ചക്രവർത്തിയാക്കണം. അങ്ങനെ ചക്രവർത്തിയാക്കി. പക്ഷേ എതിർപക്ഷം എതിർത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒളിച്ചോടേണ്ടി വന്നു. അദ്ദേഹം തിയഡോഷ്യസിൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിക്കുകയും അദ്ദേഹം വെസ്റ്റേൺ എംപയറിനെ ആക്രമിച്ച് ആ ശത്രുവിനെ കൊല്ലുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് വലൻറ്റൈൻ മരിച്ചു കഴിഞ്ഞ് പിന്നീടുണ്ടായ ഒരു രാഷ്ട്രീയ തിരിമറിയിൽ വെസ്റ്റും ഈസ്റ്റും ഒരുമിച്ച് സംയുക്ത റോമൻ എംപയറിൻ്റെ ചക്രവർത്തിയായി തിയഡോഷ്യസ് അധികാരം ഏൽക്കുകയാണുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം ആര്യനിസത്തെ തകർക്കുകയും പേഗനിസത്തെ കംപ്ലീറ്റ് അടിച്ചമർത്തുകയും കത്തോലിക്ക സഭയുടെ വിശ്വാസം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക വിശ്വാസമാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് AD 381 കോൺസ്റ്റാന്റിനോപ്പിളിലെ സുനഹോദോസ് കൂടിയത്. മലയാളത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ കുസ്തന്തീനോസ് പോലീസ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. അങ്ങനെ തൃത്വത്തിൻ്റെ വിശ്വാസം അംഗീകരിക്കപ്പെടുകയും വിശുദ്ധ അത്തനാസിയോസിന് തിരിച്ചു വരാൻ കഴിയുകയും കത്തോലിക്ക സഭയെ ഔദ്യോഗിക വിശ്വാസമാക്കി മാറ്റുകയും ചെയ്തത് തിയഡോഷ്യസിൻ്റെ വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. പക്ഷേ തെസലോനിക്കായിൽ ഒരു വിപ്ലവം പോലെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം 7000 പേരെ കൂട്ടക്കൊല ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പള്ളിയിലോട്ട് വന്നപ്പോൾ വിശുദ്ധ അംബ്രോസ് അവിടെ ബിഷപ്പായിരുന്നു. അദ്ദേഹം ചക്രവർത്തിയോട് പള്ളിയിൽ കയറരുതെന്ന് പറഞ്ഞു. രക്തത്തിൻ്റെ കറയുള്ള നിന്നെ പള്ളിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. വിശുദ്ധ അംബ്രോസിനോട് തിയഡോഷ്യസ് പറഞ്ഞു, നീ ഒരു ചക്രവർത്തിയോടാണ് സംസാരിക്കുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, കത്തോലിക്ക സഭയുടെ യഥാർത്ഥ ഒരു ബിഷപ്പിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു മറുപടി. അവസാനം പ്രായശ്ചിത്തവും മനസ്താപവും കഴിഞ്ഞ ശേഷം മാത്രമാണ് പള്ളിയിൽ കയറാൻ തിയഡോഷ്യസിനെ അനുവദിച്ചത്. ഈ ഒരു കൂട്ടക്കൊല കാരണമാണ് അദ്ദേഹം വിശുദ്ധനാവാൻ പറ്റാതെ പോയത് എന്നാണ് ചരിത്രം. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തിയഡോഷ്യസ്. ആ തിയഡോഷ്യസ് ചക്രവർത്തി വിവിധ ആശ്രമങ്ങളെയും മഠങ്ങളെയും നല്ലപോലെ സഹായിക്കുമായിരുന്നു. എവുപ്രാസ്യ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് അത് പാവപ്പെട്ടവർക്ക് വിതരണം നടത്തുകയും മഠങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈജിപ്തിലെ തിബാൾഡ് മഠത്തിന് മാത്രമല്ല സിറിയയിലെയും അന്ത്യോക്യയിലെയും മഠങ്ങൾക്കും മറ്റ് കന്യാസ്ത്രീ പ്രസ്ഥാനങ്ങൾക്കും ആ പണം നല്ലൊരു രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞു. എവുപ്രാസ്യ മറ്റൊരു കാര്യവും കൂടി ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് രാജകുടുംബാംഗം എന്ന നിലയിൽ ധാരാളം അടിമകളെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ അടിമകളെ മുഴുവൻ സ്വതന്ത്രരാക്കണം എന്നായിരുന്നു വിശുദ്ധ എവുപ്രാസ്യയുടെ റിക്വസ്റ്റ്. അന്ന് തിയഡോഷ്യസ് ചക്രവർത്തി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അർക്കാഡിയസ് ആയിരുന്നു അന്നത്തെ ചക്രവർത്തി. അതിനുശേഷം തിയഡോഷ്യസിൻ്റെ രണ്ടാമത്തെ മകൻ ഹൊണോറിയസ് ചക്രവർത്തിയായി. അർക്കാഡിയസ് ചക്രവർത്തിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ ആഗ്രഹം നിവൃത്തീകരിച്ചു കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ അടിമകളെയും സ്വതന്ത്രരാക്കി.
അടിമകളുടെ സ്വാതന്ത്ര്യത്തിന് വില്യം വിൽബർ ഫോഴ്സ് സമരം ചെയ്തതൊക്കെ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സ്പാർട്ടാക്കസ് ലീഗ് പോലും പരാജയപ്പെട്ട ഒരു റോമാ സാമ്രാജ്യത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക വിശ്വാസിയായ ഒരു കന്യാസ്ത്രീ അവരുടെ ശ്രമഫലമായി ആയിരക്കണക്കിന് അടിമകൾ സ്വതന്ത്രരാക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുകയാണ്. പുതിയൊരു ജീവിത രീതി, അടിമകളെ സ്വതന്ത്രരാക്കുക, പാവപ്പെട്ടവർക്ക് വസ്തു വിറ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള വലിയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് എടുത്തു വിശുദ്ധ എവുപ്രാസ്യ ആ ജീവിതത്തിൽ. 30 വയസ്സായപ്പോൾ എവുപ്രാസ്യയ്ക്ക് പെട്ടെന്ന് രോഗം പിടിപെട്ടു. അവർക്ക് പെട്ടെന്ന് രോഗം പിടിപെട്ടപ്പോൾ അത് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വാസ്തവത്തിൽ ആഹാരം വളരെ കുറച്ച് കഴിച്ച് പോഷകാഹാരം കിട്ടാത്ത എന്തോ ഒരു അനീമിയ ആയിരിക്കണം, അപ്ലാസ്റ്റിക് അനിയ മൂലം എന്തോ ഒന്നാണ് അവർക്ക് വന്നത് എന്ന് സംശയിക്കപ്പെടുന്നു. 30 വയസ്സിൽ അവർ AD 410 മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 410 അലാറിക് എന്ന ഗോത്തിക് ചക്രവർത്തി റോം പിടിച്ചെടുക്കുകയും റോമിനെ സാക്ക് ചെയ്യുകയും ചെയ്ത വർഷമാണ്. ആ വർഷമാണ് എവുപ്രാസ്യാമ്മ മരിക്കുന്നത്. അവർ മരിച്ച് അവർ സംസ്കരിക്കപ്പെടുകയും അവരുടെ ശരീരത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ കത്തീഡ്രലിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഈ വിശുദ്ധയെപ്പറ്റി വളരെ വിശാലമായ വിവരങ്ങൾ ചില പ്രത്യേക ഗ്രന്ഥങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് റോമൻ മെറ്റീരിയോളജി എന്ന് പറയുന്ന പുസ്തകമാണ്. വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ വളരെ മൈന്യൂട്ടായി എവുപ്രാസ്യ വിശുദ്ധയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡിസ്പ്യൂട്ടഡായ ചില ഫാക്ട്സ് ഉണ്ട് എങ്കിലും ജനറലായ വിവരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ജോൺ ഡമാസീൻ എന്ന് പറയുന്ന വിശുദ്ധൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്. ഇൻസിഡൻസ് ഇൻ ദ ലൈഫ് ഓഫ് സെയിൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നടന്ന അനെക്ഡോട്ട്സ് ആയി ഓർത്തിരിക്കാൻ പറ്റുന്ന സംഭവ കഥകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ജോൺ ഡമാസീൻ്റെ പുസ്തകത്തിലും വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ നടന്ന മൈന്യൂട്ടായ വിവരങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ അത്ഭുതങ്ങളുടെ നീണ്ട ഒരു പരമ്പര രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജകുടുംബാംഗമായ ഒരാൾ വിശുദ്ധിയുടെ പരമകോടിയിൽ എത്തിയത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മലയാളികളായ നമ്മൾക്ക് ഇതൊരുപക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ല. കാരണം ചിലപ്പതികാരം രചിച്ച മഹാനായ ഇളങ്കോ അടികൾ അദ്ദേഹം രാജകുടുംബാംഗമായിരുന്നു എന്നും ചേരൻ ചെങ്കുട്ടുവൻ എന്ന ചേരരാജാവിൻ്റെ സഹോദരനായിരുന്നു എന്നും നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന സംഭവമാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി ചക്രവർത്തിമാർ രാജസിംഹാസനം വിട്ട് സന്യാസം സ്വീകരിച്ചു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യനും രാജ്യ അധികാരം വിട്ട ശേഷം തെക്കേ ഇന്ത്യയിൽ വന്ന് ചന്ദ്രഗിരിയിൽ മൈസൂറിൽ വന്ന് തപസ്വിയായി സന്യാസിയായി ജീവിച്ചു എന്ന് നാം വായിക്കുന്നു. മഹർഷിമാരും രാജർഷിമാരുമായ നിരവധി പേരുടെ സംഭവങ്ങൾ ഭാരത പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വലിയ അത്ഭുതം ഉണ്ടാവില്ല എങ്കിലും റോമൻ സാമ്രാജ്യത്തിൽ ഒരു രാജകുടുംബാംഗം ആ രാജ്യസ്ഥാനവും ഇത്രമാത്രം സമ്പത്തും ഉപേക്ഷിച്ച് കന്യാസ്ത്രീ ആയി എന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമേ വീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വളരെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കുണ്ടാകുന്ന വളരെ ചെറിയ സങ്കടങ്ങൾ പോലും എവുപ്രാസ്യാമ്മ മദർ സുപ്പീരിയറിനോട് പറഞ്ഞിരുന്നു. അതിൽ ഒരു തവണ മദർ സുപ്പീരിയറിനോട് പറഞ്ഞത് തനിക്ക് താൻ ആരാണ്, രാജകുടുംബമാണ് എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് എന്നായിരുന്നു ഒരിക്കൽ പറഞ്ഞ സംഭവം.
മദർ സുപ്പീരിയർ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കന്യാവ്രതത്തിന് യോജിച്ചതല്ല. കാരണം ദാരിദ്ര്യം ഈ കന്യാവ്രതത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ എളിമയും ലൗകികമായ ആർഭാടത്തോടുള്ള എതിർപ്പും ഉണ്ടാവണം. അതുകൊണ്ട് ഈ ചിന്ത നിനക്ക് മാറണമെങ്കിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. വലിയൊരു പാറക്കല്ലെടുക്കുക, ഇവിടുന്ന് കുറേ ദൂരെ കൊണ്ട് ഇടുക. അവിടുന്ന് ആ പാറക്കല്ല് തിരിച്ച് വീണ്ടും ഇപ്പുറത്ത് കൊണ്ട് ഇടുക. അങ്ങനെ മനസ്സിൽ ഞാൻ രാജാവാണ് എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 30 തവണ വരെ ഈ വലിയ പാറക്കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യവുപ്രാസ്യാമ്മയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രം വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ വരച്ച ചിത്രത്തിൽ യവുപ്രാസ്യാമ്മയെ വിവരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത് ഈ ഒരു പാറക്കല്ല് ചുമ്മിക്കൊണ്ടു പോകുന്ന ഒരു കന്യാസ്ത്രീയായിട്ടാണ്. യവുപ്രാസ്യാമ്മയെപ്പറ്റി മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യവുപ്രാസ്യാമ്മ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അവിടുത്തെ മദർ സുപ്പീരിയർ കണ്ട ഒരു സ്വപ്നമാണ്. മദർ സുപ്പീരിയർ ഒരു സ്വപ്നം കണ്ടു. യവുപ്രാസ്യാമ്മ മരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആകാശത്തു നിന്ന് മാലാഖമാർ ഭൂമിയിലെത്തി. എന്നിട്ട് യവുപ്രാസ്യാമ്മയുടെ ആത്മാവിനെ നേരെ എഴുന്നള്ളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അകമ്പടി സേവിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായും അവിടെ ദൈവം തമ്പുരാൻ്റെ വലതുവശത്ത് കൊണ്ട് യവുപ്രാസ്യാമ്മയ്ക്ക് ഒരു കസേര കൊടുത്ത് ഇരിപ്പിടം കൊടുത്ത് ഇരുത്തുന്നതുമായിട്ടാണ് മദർ സുപ്പീരിയർ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് യവുപ്രാസ്യാമ്മ മരിച്ചത്. ആ മദർ സുപ്പീരിയർ പറയുന്ന സംഭവം ഈ പുസ്തകത്തിൽ ഇൻസിഡൻസ് ഇൻ ദ ലൈഫ് ഓഫ് സെയിൻസിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ യവുപ്രാസ്യാമ്മയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് മദർ സുപ്പീരിയർ സാക്ഷി നൽകുന്ന സംഭവമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒരു കന്യാസ്ത്രീ 30 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു കന്യാസ്ത്രീ ആ ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ അൽഫോൺസാമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോഴും ഇതുപോലെ 36 വയസ്സ് മാത്രം ജീവിച്ചിരുന്നിട്ട് ഇത്ര വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ 30 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന യവുപ്രാസ്യാമ്മയുടെ ജീവിതം വിശുദ്ധിയുടെ പാരമ്യത്തിൽ നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒരു ചക്രവർത്തിയുടെ കസിൻ സിസ്റ്ററായി ജനിച്ച് കോടികളുടെ സ്വത്തിനെ ഉപേക്ഷിച്ച് രാജാധികാരം ഉപേക്ഷിച്ച് ഒരു റോമൻ സെനറ്ററുടെ ഭാര്യയായി സർവ്വസുഖലോലുപതയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് മുഴുവൻ ഉപേക്ഷിച്ച് ഒരു കന്യാസ്ത്രീ മഠത്തിൽ വന്ന് കന്യാസ്ത്രീയായി ജീവിച്ച് ദാരിദ്ര്യവും കഠിനാധ്വാനവും പട്ടിണിയും അനുഭവിച്ച് വിശുദ്ധിയുടെ പാരമ്യത്തിലെത്തി നിരവധി അത്ഭുതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ചെയ്ത് ചരിത്രത്തിൽ തന്നെ അത്ഭുതത്തോടുകൂടി നമ്മൾ ഓർക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് യവുപ്രാസ്യാമ്മയുടെ. ആ വലിയ പേര് മറ്റൊരു വിശുദ്ധയ്ക്ക് കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധന്യയും വാഴ്ത്തപ്പെട്ടുള്ളതുമായി ഉയർത്തപ്പെട്ട കേരളത്തിലെ യവുപ്രാസ്യാമ്മയ്ക്ക് ആ പേര് കിട്ടാൻ കാരണഭൂതിയായ റോമൻ ചരിത്രത്തിലെ രാജകുമാരിയായി ജനിച്ച് വിശുദ്ധയായ യവുപ്രാസ്യാമ്മയ്ക്ക് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പാകെ തലകുനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.